ഹലോ ഡാർലിങ്സ്, റിയാലിറ്റി ബൈ ഷാരിയുടെ റിയാലിറ്റി റിയാക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോമായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള റീസൺ, ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനുള്ള കാരണം ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന സബ്ജക്റ്റുകൾ ചെയ്ത് നിങ്ങളിലേക്ക് വരണമെന്നാണ് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ഞാൻ ഷോർട്ടാക്കി ലോങ് ചെയ്യാതിരുന്നുകൊണ്ടിരുന്നത്. എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് സബ്ജക്റ്റുകൾ ഇങ്ങനെ തള്ളിക്കേറി വരുന്നതുകൊണ്ട് ഏതിൽ തുടങ്ങണമെന്നൊരു കൺഫ്യൂഷൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ തുടങ്ങിയേക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. വേറൊന്നുമല്ല, അതായത് നമ്മുടെ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്ന, പ്രത്യേകിച്ചും ഡിജിറ്റൽ മേഖലയിൽ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്ന ഒരു വ്യക്തി, അവരെ മനുഷ്യനെന്ന് എനിക്ക് വിളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു ദയമില്ലാത്ത, മനുഷ്യരൂപം പൂണ്ട, സ്ത്രീയുടെ രൂപമുള്ള ഒരു ചെകുത്താൻ. മൃഗമായിട്ടൊന്നും ഒരിക്കലും അവരെ ഉപമിക്കാൻ പറ്റില്ല. മൃഗങ്ങളൊക്കെ എത്രയോ പാവങ്ങളാണ്. അവരെ ആക്രമിക്കാൻ ചെല്ലുന്നവർ മാത്രമേ അവർ സുരക്ഷയ്ക്കായിട്ടാണ് അവർ പലരും ഡിഫൻസാണ് അവർ കൂടുതലും നോക്കുന്നത് മൃഗങ്ങളൊക്കെ. പക്ഷെ ഇവരെ നമ്മൾ എന്താ വിളിക്കുക? മനുഷ്യമൃഗമെന്നോ? ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. മനുഷ്യരൂപിയായ, അതിൽ സ്ത്രീ ലിംഗത്തിൽപ്പെട്ട ഒരു പിശാജ്. അവരുടെ പേരാണ് ഷഫീന ബീവി. അതായത് നമ്മൾ അവരുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്തൊരു വീഡിയോ ചെയ്തു. അതായത് രേണു സുധിയുടെ മകൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നു. വളർത്തുമകൻ്റെ രാഹുൽ ദാസുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നു. ആ വീഡിയോയിൽ കുറച്ച് സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നു. അതിൽ ഒരിടത്തും ഷഫീന ബീവിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവരെ എൻ്റെ മകളെയും, പ്രായപൂർത്തിയായ മകളെയും പറഞ്ഞു. എനിക്ക് ബാലാവകാശ കമ്മീഷനിലൊക്കെ അവർക്കെതിരെ കേസ് കൊടുക്കാം. പക്ഷെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ സെക്കൻഡ് സ്റ്റെപ്പാണ്. ഞാൻ അവർക്കെതിരെ കിണ്ണം കാശൊരു മറുപടിയും കൊടുത്തു. ഒരുപാട് ആൾക്കാർ പറഞ്ഞു, ശരി ചേച്ചി അതിനെതിരെ അവർ കുറേ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവർക്കെതിരെ മറുപടി പറഞ്ഞു കൊടുക്കാൻ നടക്കാൻ സമയമില്ല. എൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ ഭാഷയും എൻ്റെ നാവുമൊക്കെ എനിക്ക് ഈ കറ പുരണ്ട് സംസാരിക്കാനോ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഷഫീന ബീവിക്ക് എതിരായിട്ടല്ല. അവരൊരു സോഷ്യലി വിപത്താണെന്ന് അവരെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ സമർപ്പിക്കുന്നത്, ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതും, ഇത് ആരെങ്കിലുമൊക്കെ കണ്ടാൽ ദയവ് ചെയ്ത് അയച്ചു കൊടുക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിനും, നമ്മുടെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും, അതോടൊപ്പം തന്നെ നമ്മുടെ അതുക്കും മേലെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്, സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ്, അവരുടെ മേധാവികൾക്കുമാണ്. ഇനി അവിടെ ഒന്നും നിന്നില്ലെങ്കിൽ കേന്ദ്രീയ മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കേണ്ടി വരും. വാർത്താവിതരണ മന്ത്രാലയത്തിനും പ്രധാനമന്ത്രി മോദിജിക്കും അയച്ചു കൊടുക്കേണ്ടി വരും. അത് മൂന്നാമത്തെ സ്റ്റെപ്പ്. പക്ഷെ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടണം. കാരണം ഞാൻ ഇവരെക്കുറിച്ച് പഠിച്ചപ്പോൾ, ഷഫീന ബീവിയുടെ വീഡിയോസും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ, ഇവർക്ക് ഇത് തന്നെയാണ് പണി. അതായത് തേർഡ് ക്ലാസ് പടങ്ങൾ മാറി നിൽക്കുന്നതിനേക്കാളും മാറി നിന്നു പോകും ഇവരുടെ തംബ്നെയിൽ കണ്ടാൽ. പഴയകാല പടങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ നോട്ടീസൊക്കെ ഒട്ടിച്ച് വയ്ക്കാതെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, അതിൻ്റെ തംബ്നെയിലിനേക്കാളും മാരകമായിട്ടുള്ള വൃത്തികേടുകളാണ് ഇവർ എഴുതി. മലയാള ഭാഷയിൽ ഇങ്ങനെയൊക്കെ വൃത്തികേട് ടൈപ്പ് ചെയ്ത് വെക്കാവുന്ന അത്ഭുതം തോന്നിപ്പോകും, അറപ്പ് തോന്നിപ്പോകുന്നു. അത്രയും അറയ്ക്കുന്നതും വെറുക്കുന്നതുമായിട്ടുള്ള തംബ്നെയിലാണ് ഓരോ വ്യക്തിത്വങ്ങളെയും കുറിച്ച് ഇവർ റിയാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ചികിത്സിക്കുകയാണ് വേണ്ടത്. പക്ഷേ അവരെ കിട്ടില്ല. ഞാൻ ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് താരവും സോഷ്യൽ ആക്ടിവിസ്റ്റുമായിട്ടുള്ള പ്രശസ്തിയായിട്ടൊരു വ്യക്തിയോട് പറഞ്ഞ്, ശാരികെ ഇവർ ആറ്റിങ്ങിലെങ്ങാണ്ടാണ് താമസിക്കുന്നത്. ഇവരുടെ IP അഡ്രസ്സ് ഫിൻലാൻഡിന്റെ IP അഡ്രസ്സാണ് അത്ര. അപ്പൊ തന്നെ അറിയാം ഇവർ എന്തിനാണ് ഇതെങ്ങനെ കാണിച്ചു കൊടുത്തത്. അവർക്ക് എന്തിനാണ് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ അവർ രാജ്യദ്രോഹിയാണോ അവരിങ്ങനെ IP അഡ്രസ്സ് മാറി? എൻ്റെയൊക്കെ IP അഡ്രസ്സ് ഉറപ്പായിട്ട് എൻ്റെ വീടിനടുത്ത് IP ആലപ്പുഴയോ അമ്പലപ്പുഴയോ ചേർത്തല ആ IP അഡ്രസ്സൊക്കെ വരുള്ളൂ. ഞാൻ എന്തിനാണ് ഫിൻലാൻഡിന്റെയും കുവൈറ്റിലേക്ക് അഡ്രസ്സ് വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതിൽ തന്നെ ഉണ്ട് ഒരു ഫ്രോഡിന്റെ മണം അല്ലേ. അതിന് ആരാണ് ഹെൽപ്പ് ചെയ്തത്? അവരുടെ മകനാണോ മക്കളാണോ ഒന്നും നമുക്കറിയില്ല. 13-14 തവണ ജനങ്ങൾ അവിടെ ചെന്ന് ചാണകവെള്ളം കോരിയെറിയുകയും കല്ലെറിയുകയും കുപ്പിച്ചിലെറിയുകയും ഒക്കെ ചെയ്തെന്നാണ് ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത്. ഇവർക്കെതിരെ പലയിടത്തും കേസുകളുണ്ട്. വാഹനം ഇടിപ്പിച്ചതിൻ്റെയോ മറ്റതിൻ്റെയോ ഒക്കെ കേസുകൾ ഇവർക്കെതിരെ ഉണ്ട്. അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. അതിനൊക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യ കോടതികളും മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവർക്കെതിരെ 40-50 ആർട്ടിസ്റ്റുകൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇവർക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി ഒപ്പുകൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് പല പ്രമുഖരും. ഇപ്പൊ രേണുസുധിയുടെ കാര്യത്തിൽ രേണുസുധി ഇവർക്കെതിരെ പല പോലീസ് സ്റ്റേഷനുകളിലും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സൈബർ സെല്ലിനോട് എൻ്റെ ചോദ്യം, ഇത്തരം സോഷ്യലി ഇറവലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയും ഒക്കെ പ്രശസ്തരെ അപമാനിക്കുകയും, എന്നെ വിട്ടേക്കും. ഞാൻ നോക്കുമ്പോൾ എന്നെ മാത്രമല്ല എന്റെയൊക്കെ 100 ഇരട്ടി, എന്നെ പറഞ്ഞാൽ എനിക്ക് തിരിച്ച് നന്നായിട്ട് പറയാനറിയാം. പക്ഷെ എന്റെയൊക്കെ 100 ഇരട്ടിയായിട്ട് അവർ പലരെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് സത്യം പറഞ്ഞാൽ ഇത് കുട്ടികൾ കാണുന്നതല്ലേ. അവർ ചൈൽഡ്സിന്റെ മുമ്പിൽ എത്തുന്നില്ല, അങ്ങനത്തെ വീഡിയോ ആണ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വെക്കുന്നെങ്കിൽ പോലും ഇവര്
വെക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഇവരുടെ ഭാഷയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ഒന്ന് ചോദിക്കില്ലേ, എന്താ ഇവർ പറയും, ഇവരെന്താ ഇങ്ങനെ, എന്താണ് ഉദ്ദേശിക്കുന്ന അർത്ഥം? അപ്പോൾ ആരെയും ഏത് പ്രമുഖരെയും എന്ത് തോന്നിയവാസവും പറയാമെന്നാണോ ഷഫീന ബീഡിക്ക്? അപ്പോൾ അതിനൊരു അറുതി, അതായത് പ്രമുഖരുടെ ജീവിതത്തിൽ അനാവശ്യ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ തെളിവ് സഹിതം അവർക്ക് പോലീസ് സ്റ്റേഷനിലോ സൈബർ സെല്ലിലോ പരാതി കൊടുക്കാം. പകരം ഇവിടെ ഈ സോഷ്യൽ മീഡിയകളൊന്നും തന്നെ കോടതിയല്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞ വളരെ നന്മമരം കളിച്ച്, അതായത് തൂഫാനോടൊപ്പം ഒക്കെ നിന്ന് നാർക്കോട്ടിക്സിൻ്റെയും അതുപോലെ മയക്കുമരുന്നിനൊക്കെ എതിരെ പ്രവർത്തിച്ചു എന്ന വ്യാജേന പ്രവർത്തിച്ചിട്ട് അവൻ ലോക ഡ്രഗ് അഡിക്റ്റ് ആണ്. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഷാർജ പോലീസ്. അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ എന്നും സോഷ്യൽ മീഡിയ തന്നെയാണ്. ദിറ്റ്സ് നോട്ട് സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ഓർ നത്തിങ്, കോർട്ടല്ല. അപ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ഒരാളെ കുറിച്ച് അവളെ പറഞ്ഞതിനെതിരെ പറയാനുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും സമീപിക്കേണ്ടത് ആരെയാണ്? പോലീസിലാണ്. അല്ല, ഇതൊന്നും ഞാൻ ഷഫീന ബീവി കേൾക്കാനല്ല, ഇതൊക്കെ ഞാൻ കേൾക്കാൻ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും ഇ.ഡി. സതീശൻ സാറിനും പോലീസ് മേധാവികൾക്കുമാണ്. ഇവരെ നിങ്ങൾ കണ്ടെത്തണം. കാരണം ഇവർക്ക് ദേഷ്യം തോന്നിയാൽ, ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അതിനെക്കുറിച്ച് അവർ ശക്തമായി പ്രതികരിച്ച് അതുപോലെ വൈറലാവുകയും ചെയ്താൽ കാശിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, റീച്ചിന് വേണ്ടിയിട്ടും എന്തും പറയുക. അതായത് മലയാള ഭാഷ നിഘണ്ടുവിലില്ലാത്ത എന്ത് വൃത്തികേടുകളും വിളിച്ചു പറയുന്ന ഒരു സ്ത്രീ, അത് ഈ പറയുന്ന പോലെ ഈ ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ അവർ പറയും. കാരണം അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ ക്യാൻസറിന്റെ ഏറ്റവും ക്രിട്ടിക്കൽ കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. അവരുടെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, അവർക്ക് പോലും രോഗമില്ലെന്ന് പച്ചയായിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു ലെവലേഷൻ ദയ പോലും ഇല്ലാതെ വിളിച്ചു പറയാൻ കാണിക്കുന്ന അവരുടെ മനസ്സില്ലായ്മയെ നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഉറപ്പായിട്ട് അവർ കുഞ്ഞുങ്ങളെയും പറയും, അതിലൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീയെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ സ്ത്രീയെ പേടിച്ച് സമൂഹത്തിലുള്ള പ്രശസ്തരായിട്ടുള്ള വ്ളോഗേഴ്സ് അവരെല്ലാവരെയും പറയും. അത് ആർട്ടിസ്റ്റുകളെന്നില്ല, സീരിയൽ നടിമാരെന്നില്ല, നടന്മാരെന്നില്ല, വ്ളോഗേഴ്സ് എന്നില്ല, മ്യൂസീഷ്യൻസ്, അങ്ങനെ ആരെന്നില്ല, ആരെ അവർ പറയും. കാശിന് വേണ്ടി ഏതറ്റം വരെയും അവർ പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അവരെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ അവരെ ഇതുവരെ ഈ തിരുവനന്തപുരത്ത് എവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പറയുന്നത് അതും സത്യമാണോ നമുക്കറിയാം, നമ്മുടെ ഊഹങ്ങൾ മാത്രമാണ്. പക്ഷെ സൈബർ സെല്ലിന് അവരെ കണ്ടുപിടിക്കാൻ സാധിക്കും, തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ റിക്വസ്റ്റാണ്, ഇങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് തുടച്ചു നീക്കണം. അവരുടെ അക്കൗണ്ട് ഉന്മൂലനം ചെയ്യുക. അല്ലെങ്കിൽ പ്രമുഖരെന്നല്ല, ആരെയും അവരിനി പറയാൻ മടിക്കത്തില്ല. സാധാരണ ജനങ്ങളെ വരെ അവർ പറയും. സാധാരണ ജനങ്ങളൊക്കെ അവർക്കെതിരെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്രശസ്തരായവർ മാത്രമല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഒരു മനുഷ്യൻ അയച്ചു തന്നു. അവർക്കൊക്കെ മടുത്തു. ഇപ്പോൾ ഒരാളെ പറയുന്നതിനൊക്കെ ഒരു പരിധി. ആർക്കാണ് ഇവർക്ക് ഇത്രയും ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? പലരും പല പ്രശ്നങ്ങളും തമ്മിൽ പരസ്പരം ചെളിവാരിയിടുന്ന ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഭാര്യയും ഭർത്താവും കാമുകനും കാമുകിയും ഒക്കെ കാണിക്കുന്നുണ്ട്, ചെളികോരി എറിയും. പക്ഷെ അവരാരും മറ്റുള്ളവരെ എടുത്തിട്ട് വലിച്ച്, അവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ അവർ വലിച്ചു കീറത്തുള്ളൂ. പക്ഷെ ഇത്രയും സഭ്യതയില്ലായ്മ, ഇത്രയും അറപ്പുളവാക്കുന്ന വേർഡുകളും ലാംഗ്വേജുകളും ഉപയോഗിക്കുന്ന ഒരു രാക്ഷസിയെ എൻ്റെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടില്ല, കഥകളിൽ പോലും നമ്മൾ വായിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും സോഷ്യലി എന്താ പറയുക, സാമൂഹ്യ വിപത്തായി ഇവരെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണം, ഇവരെ നാട് കടത്തണം. ഒന്നെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇവരെ ബാൻ ചെയ്യുക, സൈബർ സെല്ല് മുൻകൈ എടുത്തുകൊണ്ട് ഇവരെ വിളിച്ച് ചോദിക്കുക ഇവരുടെ പ്രശ്നം എന്താണ്, അവരെ ചികിത്സിക്കുക, അല്ലെങ്കിൽ നാട് കടത്തുക. ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രീയ മന്ത്രാലയമോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റോ സൈബർ സെല്ലോ ചെയ്യണം. ഒരു ഇൻഫ്ലുവൻസറും ഒരു ആങ്കറും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നന്ദി.